ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ താഴത്തെ ഭാഗമാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മെറ്റീരിയൽ എടുത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കൈകൊണ്ട് സാധാ പോലെ ഇട്ട് കൊടുക്കുകയല്ല, ഇതേപോലെ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ 2 നൂലാണ് അറ്റത്തുണ്ടാവുക. അതിനെ രണ്ടിനെ വേർപെടുത്തിയിട്ട് അതിൽ ഒരു നൂല് മാത്രം കയ്യിൽ പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. ഇങ്ങനെ എടുക്കുന്ന പ്ലീറ്റ്സിനെ നമ്മുടെ അളവ് എത്രയാണോ, അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അളവുണ്ടല്ലോ, വേസ്റ്റ് അളവ്, ആ വേസ്റ്റിൻ്റെ അളവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് എത്രയാണോ വരുന്നത് അതേപോലെ നമ്മളൊരു പേൾപ്പിനൊക്കെ വെച്ച് ഒന്ന് കുത്തി കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോലെ തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 2 സ്റ്റിച്ചെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതേപോലെ സൂചി കുത്തി തിരിച്ചെടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാർട്ട് തയ്ച്ച് കഴിഞ്ഞു, അതേപോലെ തന്നെ ഇനി ബാക്ക് പാർട്ട് കൂടെ ചെയ്യണം. ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുത്ത് അതും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഫ്രണ്ട് പാർട്ടാണെങ്കിലും ബാക്ക് പാർട്ടാണെങ്കിലും കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.